ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം. നമ്മൾ ഇന്ന് പാർട്ട് 9 റിവിഷൻ ആണ് ചെയ്യുന്നത്. റിവിഷൻ 9ാം ഭാഗമായി യൂണിറ്റ് 1 അരിത്മെറ്റിക് സീക്വൻസ്. ഒന്നാമത്തെ ചോദ്യം ഇത് മാർച്ച് 2023 വന്ന ചോദ്യമാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. Write the algebraic form of arithmetic sequence 5, 9, 13 dash dash. Find the sum of 20 terms of this arithmetic sequence. Same sequence 5, 9, 13 dash dash. മലയാളത്തിലാണെങ്കിൽ എന്താണ്? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. 5, 9, 13 എന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക. 5, 9, 13 എന്ന ശ്രേണിയിലെ സമാന്തര ശ്രേണിയിലെ 20 പദങ്ങളുടെ തുക കാണുക. നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം, ആൻസർ കണ്ടുപിടിക്കാം. അപ്പം സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളാണ്. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമുക്കറിയാം. n × n + 1/2. എന്താണ് തുക കാണാനുള്ള സൂത്രവാക്യം? എന്താണ്? n × n + 1/2. ഇപ്പൊ എത്ര? n എത്ര? 20. 1 മുതൽ 20 വരെ 20. 20 × 21/2. എത്ര ഇട്ട്? 210. ഇനി രണ്ടാമത്തെ ശ്രേണി എന്നിട്ടുണ്ട് 5, 9, 13. ഈ ശ്രേണിയിൽ ഒന്നാം പദം എഫ് അല്ലെങ്കിൽ എ എന്ന് കൊടുക്കാം. 5. പൊതുവ്യത്യാസം എത്ര? 9 - 5 = 4. അപ്പോൾ ബീജഗണിത രൂപം xn = dn + f - d. ഇത് ഏതിന് വന്നതാണെന്ന് അറിയാലോ? f + n - 1 × d എന്ന് വന്നതാണ്. d എത്ര? 4. 4n + f എത്ര? 5 - d എത്ര? 4. ഇപ്പം എത്ര കിട്ടും? 5 ന് 4 പോയാൽ 1. 4n + 1. അപ്പം ഈ ശ്രേണിയിലെ ബീജഗണിത രൂപം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? 20 പദങ്ങളുടെ ഈ ശ്രേണിയിൽ തന്നെ 20 പദങ്ങളുടെ തുക കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അത് ഉപയോഗിച്ച് ചെയ്യാം. മൂന്നാമത്തത് എന്താണ്? Sn = n/2 × x1 + xn. n/2 × x1 + xn. അവിടെ ഇതാ കാണത്തില്ല. ഇനി നമുക്ക് C കാണാം. Find the sum of 20 terms of the arithmetic sequence 5, 9, 13 dash dash. 5, 9, 13 dash dash. അപ്പോൾ നമ്മുടെ സൂത്രവാക്യം Sn = n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ എത്രയാണ്? 20. S20 = 20/2 × x1 പ്ലസ് ഇവിടെ x20 ആണ്. 20th ടേം അറിയത്തില്ല അല്ലേ? അത് നമുക്കത് ഇവിടെ കണ്ടുപിടിക്കാം. x20 = ഫസ്റ്റ് ടേം പ്ലസ് 19 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലേ? 19 1 20. ഇപ്പം 5 പ്ലസ് എന്താണ്? 19 × d എത്ര? 4. അപ്പോൾ 5 76 അല്ലേ? 76 5 81. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 10 × x1 എത്ര? 5 + 81. 10 × 86 860 എന്ന് കിട്ടും. അപ്പം 3ന്റെ ആൻസറായി 2023 മാർച്ചിൽ വന്ന ചോദ്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. മാർച്ച് 2023 ചോദ്യമാണ്. നമ്മൾ ആദ്യം ചെയ്ത ചോദ്യം 5 മാർക്കിൻ്റെയാണ്. ഇത് 2 മാർക്കിൻ്റെ ചോദ്യം. 7, 13, 19 ഡാഷ് ഡാഷ് ഇസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ഇസ് കോമൺ ഡിഫറൻസ്? ഫൈൻഡ് ദ 11th ടേം. 7, 13, 19 എന്ന ഒരു സമാന്തര ശ്രേണിയിൽ എന്താണ് പൊതുവ്യത്യാസം എത്ര? 11ാം പദം എത്ര? നമുക്ക് ഓരോന്നും ചെയ്തു നോക്കാം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇപ്പോൾ ഈ ശ്രേണിയിൽ ആദ്യ പദം മൈനസ് രണ്ടാം പദം എന്താ കിട്ടും? പൊതുവ്യത്യാസം കിട്ടും അല്ലേ?
പൊതുവ്യത്യാസം 13 മൈനസ് 7 എത്ര 6. 11-ാം പദം x11. 11-ാം പദം എന്ന് പറയുന്നത് ഒന്നാം പദത്തിനോട് കൂടി എത്ര പൊതുവ്യത്യാസം കൂട്ടണം? 11 നിന്ന് പോയാൽ 10. 10 1 11. അപ്പൊ പൊതുവ്യത്യാസം അറിയാം, ഒന്നാം പദവും അറിയാം. ഒന്നാം പദം എത്ര? 7 പ്ലസ് 10 ഇൻറ്റു 6. 10 6 67 67. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റിന്. ഒരുപാട് സമയമൊന്നും എടുക്കരുത്, എളുപ്പം ചെയ്ത് തീർക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. 6th term of an arithmetic sequence is 46. Its common difference is 8. What is its 16th term? Find its 21st term. വളരെ എളുപ്പമാണ്. എന്താണ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? x6 തന്നിട്ടുണ്ട് അല്ലേ, എത്ര? 46. d തന്നിട്ടുണ്ട് എത്ര? 8. അപ്പം ആ 16 ആവാൻ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 10 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. x6 പ്ലസ് 10d 10 6 16 ഈക്വൽസ് x 16. x 16 ഈക്വൽസ് x6 എത്ര? 46 പ്ലസ് 10 ഇൻറ്റു d ഈസ് 46 പ്ലസ് 80 എത്ര വരും? 6 8 4 12. എത്ര കിട്ടി? 126 കിട്ടി. ഇനി 21-ാം പദം കാണാം. ഇത് എ ആണ്, ഇത് ബി. 21-ാം പദം കാണണമെങ്കിൽ 16 പദത്തിൻ്റെ കൂടെ 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. 16-ാം പദം 126 പ്ലസ് 5 ഇൻറ്റു 8 എത്ര? 126 പ്ലസ് 40 എത്ര വരും? 166. വളരെ എളുപ്പമല്ലേ? അതായത് ഒന്നിനെ കണക്ട് ചെയ്ത് 2. അപ്പോൾ 3 മാർക്കിൻ്റെ